എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ഐക്യു സായിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. സായി വന്നു കഴിയുമ്പോൾ നമ്മുടെ ഐക്യു പറയും, ലിറ്റിൽ ചാമ്പ്, എനിക്ക് എന്നോട് ഈ കാര്യം പറയാനുള്ളതെന്ന്. അതിന് സായി പറയും, എന്താണെന്ന് വെച്ചാൽ പറ എന്ന് പറയുമ്പോൾ നമ്മുടെ ഐക്യു പറയും, നീ നിന്നോടൊരു പ്ലെയറിനെ കൊണ്ടുവന്നില്ലേ, റിയൂസി, അവനും നമ്മുടെ സ്റ്റാർ പ്ലെയർ ഷെയ്ന്തോയും എപ്പോഴും അടിയാ. അപ്പം നമ്മുടെ സായി പറയും, എന്നൊരു കാര്യം ചെയ്യ്, ഷെയ്ന്തോ എടുത്ത് മാറ്റ്. അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഷെയ്ന്തോ ടീമിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്ലേയേഴ്സും അവൻ്റെ കൂടെ തന്നെ ഇറങ്ങും. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനൊരു മാച്ച് നടന്നായിട്ട് പോലും ഒരു തെളിവും കാണത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിൻ്റെ ദോഷവും. അതുകൊണ്ട് നമ്മൾ എടുത്തു മാറ്റേണ്ടത് ഷെയ്ന്തോയല്ല, റിയൂസിയാന്ന് പറയും. എന്താ, നിനക്ക് എൻ്റെ മൈൻഡ് മാറ്റാൻ സമ്മതമാണോ ലിറ്റിൽ ജീനിയസ് എന്ന് ചോദിക്കും. അതിനുശേഷം നമ്മുടെ സായി ചോദിക്കും, നീ തന്നെ ഭീഷണിപ്പെടുത്തുക. അതിന് ഐക്യു പറയും, അല്ല, നീ ഞങ്ങളുടെ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന പാണ്ടല്ലേ, എന്നോട് ഇത്ര നേരമായിട്ട് ഞാൻ മര്യാദയ്ക്ക് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ, ഞാൻ ജസ്റ്റ് ഇത്രേ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. അമ്മക്ക് നല്ലത് നമ്മൾ ഷെയ്ന്തോയെ കളിയിലിറക്കുന്നതായിരിക്കും, റിയൂസിയ അല്ല എന്ന് പറയും. അതിന് നമ്മുടെ സായ പറയും, നിനക്കെന്താ ഇതിനു വേണ്ടി ജപ്പാൻ യൂണിയൻ ഫുട്ബോൾ പൈസ തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പം പറയും, ഇല്ല, ഇത് ജസ്റ്റ് ഞാൻ ഒരു ക്യാപ്റ്റനായിട്ട് ചെയ്യുന്നൊരു ജോലിയാണ്, അല്ല വേറൊന്നുമില്ല. എനിക്ക് ജസ്റ്റ് നിന്നോട് ടെസ്റ്റ് ചെയ്യണം, നീ തിരഞ്ഞെടുക്കുമെന്ന്, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ സായി പറയും, ശരി, നമുക്ക് ഷെയ്ന്തോയെ കളിക്കെടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നടക്കാൻ തുടങ്ങും നമ്മുടെ സായി. അപ്പം അവിടെ ഐക്യു ഷെയ്ക്കാൻ്റെ കൊടുക്കാൻ പോവും. അപ്പം അത് ഷെയ്ക്കാൻ്റെ കൊടുക്കാതെ അവൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങോട്ട് പറയും, ശരിക്കും ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത് നീയല്ല എന്നെ ടെസ്റ്റ് ചെയ്യുന്നത്, ഞാനാണ് നിങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറയും. അതിനുശേഷം നമ്മൾ കാണിക്കുന്നത് ബ്ലൂ ലോക്ക് ആയിരിക്കും ഗൈസ്. അങ്ങനെ ഇന്നായിരിക്കും ആ ഗ്രേറ്റ് മാച്ച്. ബ്ലൂ ലോക്കിൻ്റെ കരിയർ ഇനി എന്നോട്ടാണ്, ഇവിടെ കൊണ്ട് കഴിയുവാണോ അതോ ഇനി എന്നോട്ട് ആരംഭിക്കാൻ പോവുകയാണോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ഈ ഇമ്പോർട്ടൻറ്റ് മാച്ച് ഇന്ന് ഇവിടെ തുടങ്ങാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ എല്ലാ പ്ലേയേഴ്സും രാവിലെ എണീച്ച് അവരവരായിട്ടുള്ള റൊട്ടീൻസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. നമ്മുടെ ഇസാഗിയാണെങ്കിൽ നല്ല കാമായിട്ടിരിക്കുമായിരിക്കും. അവൻ പറയുന്നുണ്ടാവും, ഞാൻ ഇത്ര നാളും കഷ്ടപ്പെട്ടതിൻ്റെ എല്ലാം ഫലം ഇന്ന് അതിനൊരു റിസൾട്ട് കിട്ടാൻ പോകാമെന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇസാഗി ഇരിപ്പുണ്ടാവും. പക്ഷേ ഈ ഇത്രയും പ്ലേയേഴ്സും അവരുടെ എല്ലാം കോമൺ ആയിട്ടുള്ള റൊട്ടീൻ ചെയ്യുമ്പോഴും അവരുടെ ഉള്ളിൽ ഒരു കാര്യം അവർക്കെല്ലാം കോമൺ ആയിരുന്നു, ലേസർ ഫോക്കസ് ടു ദെയർ ഗോൾസ്. എല്ലാവരും നല്ല കൂർപ്പിച്ച് അവരുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ എല്ലാവരും ഫോക്കസ് ചെയ്ത് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് ഇസാഗിയാണ്. ഇസാഗി അവൻ്റെ ഫൈനലായിട്ട് മാച്ചിന് മുമ്പേ ബ്ലൂ ലോക്കിൽ വെച്ച് ഒരു ട്രെയിനിങ് കൂടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോകും. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് ജപ്പാനിൽ പലയിടത്തും നമ്മുടെ ജപ്പാൻ U20 വേഴ്സസ് ബ്ലൂ ലോക്കിന് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് വെച്ചേക്കുന്നതായിരിക്കും, ഇല്ലെങ്കിൽ പോസ്റ്റേഴ്സ് ഒട്ടിച്ച് വെച്ചേക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മളെ കാണിക്കുന്ന ഐക്യു ആയിരിക്കും. ഐക്യു ആണെങ്കിൽ അവൻ്റെ രാവിലത്തെ ജോഗിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. പിന്നെ അതിനുശേഷം അവൻ അവിടെ പോയി ഇരുന്നിട്ട് ബ്ലൂ ലോക്കിനെ കുറിച്ച് ഇങ്ങനെ നോക്കാൻ തുടങ്ങും. അപ്പോഴാണ് അവൻ്റെ മനസ്സിലൊരു ഓർമ്മ വരുന്നത്, അവന് പണ്ട് ഇങ്ങനെ ഒരു ഫുട്ബോൾ പ്ലെയർ ആവണം എന്നുള്ള കാര്യം ഇങ്ങനെ ആഗ്രഹിച്ച് അവൻ അതിനുവേണ്ടി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം അവൻ്റെ കോച്ച് എപ്പോഴും കോച്ചിൻ്റെ രീതിയിൽ കളിക്കാൻ പറയും. കോച്ച് എന്ത് പറയുമോ ആ രീതിയിൽ അവൻ കളിക്കാൻ വേണ്ടി അവനെ നിർബന്ധിക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഐക്യുവിന് അവൻ്റെ സ്വന്തം ഗെയിം ഇതുവരെ കളിക്കാൻ പറ്റിയിട്ടില്ല. അവൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ ഇതുവരെ അവനെ അൺലോക്ക് ചെയ്യാനും പറ്റിയിട്ടില്ല. ഇത്രയും പറയട്ടെ അവൻ ബ്ലൂ ലോക്കിനെ കുറിച്ച് ആലോചിച്ച് ചിരിച്ചിട്ട് എണീച്ചിട്ട് പോകും. അതിനുശേഷം നമ്മളെ കാണിക്കുന്ന ഈ മാച്ച് അടക്കം നമ്മൾ സ്റ്റേഡിയത്തിലായിരിക്കും. അവിടെ എല്ലാം ആണെങ്കിൽ പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. സ്റ്റിക്കർ ഒട്ടിക്കുന്നതും ലോഡ് ഇറക്കുന്നതും കയറ്റുന്നതും എല്ലാം പെട്ടെന്നായിരിക്കും. അതിനുശേഷം നമ്മളെ കാണിക്കുന്ന ഇതോച്ചി റെന്നെ ആയിരിക്കും. അവൻ അവിടെ നിന്ന് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോഴായിരിക്കും അവൻ്റെ പഴയ കുറച്ച് കാര്യങ്ങൾ ആലോചിക്കുന്നത്. പണ്ട് ചെറുപ്പത്തിൽ നമ്മുടെ റിന്നെ ടോയ്സ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സായി വന്നിട്ട് അവനെ ഫുട്ബോൾ കളിപ്പിക്കും. അങ്ങനെ പതിയെ കളിച്ച് അവന് നമ്മുടെ സായിയുടെ ഒപ്പത്തിന് കളിക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ അവൻ സായിയുടെ ഒപ്പത്തിനല്ല, അവനെതിരെയാണ് കളിക്കാൻ പോകുന്നത്. അങ്ങനെ അപ്പുറത്തെ വശത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സായി അവൻ്റെ ടീമും കൊണ്ട് വരുന്നതായിരിക്കും കാണുന്നത്. അതിനുശേഷം നമ്മളെ കാണിക്കുന്ന ബ്ലൂ ലോക്കിൻ്റെ സ്റ്റേഡിയം ആയിരിക്കും. അവിടേക്കാണെങ്കിൽ എല്ലാവരും നമ്മുടെ ബ്ലൂ ലോക്കിൻ്റെ മാച്ച് കാണാൻ വേണ്ടി ഓടി വരുന്നുണ്ട്. കൂടുതലും വരുന്നത് നമ്മുടെ ജപ്പാനിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ജപ്പാൻ ടീമിനെ. പിന്നെ നമ്മുടെ ബ്ലൂ ലോക്കിൻ്റെയും പിന്നെ U20യുടെയും കുറേ ഹുഡീസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വിറ്റ് പോകുന്നുണ്ട്. പക്ഷെ കൂടുതലും ജപ്പാൻ തന്നെ ആയിരുന്നു. അവർക്കാണെന്ന് കൂടുതൽ ഫാൻ ബേസ്. അവിടെ കൂടുതൽ ആൾക്കാരും ബ്ലൂ ലോക്കിനെ തിരിച്ചറിയുന്ന പോലും ഇല്ലായിരുന്നു. അതിനവർക്ക് കാരണമുണ്ടല്ലോ, നമ്മുടെ ഐക്യു, സായി, പിന്നെ അവരുടെ സ്റ്റാർ പ്ലെയർ ഇതോഷി, ഇവരെല്ലാം എന്ന് പറയുമ്പോൾ ഫേമസ് ആയിട്ടുള്ള പ്ലെയേഴ്സ് അല്ലേ, അപ്പോൾ അവർക്ക് കൂടുതൽ ഫാൻസ് കൂടുതലായിരുന്നു. അങ്ങനെ അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ഇസാഗിയുടെ പേരൻസാണ്. അവരും ആ മാച്ച് കാണാൻ വേണ്ടി ആ സ്റ്റേഡിയത്തിലേക്ക് വരുന്നുണ്ടാവും. ഇസാഗിയുടെ അച്ഛൻ ആലോചിക്കും, തൻ്റെ മോൻ ഇത്രയ്ക്കും ദൂരത്തേക്ക് വളർന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് പ്രൗഡായിട്ട് വരുമ്പോഴായിരിക്കും അവിടെ ആ ചുറ്റിനും ഇരിക്കുന്ന ആൾക്കാർ ജപ്പാൻ U20യെ കുറിച്ച് ഇങ്ങനെ പൊക്കി പറയുകയും നമ്മുടെ ബ്ലൂ ലോക്കിനെ കുറിച്ച് കുറേ കുറ്റങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം കേട്ടിട്ട് നമ്മുടെ ഇസാഗിയുടെ അച്ഛനെ കുറച്ച് വിയർഡായിട്ട് ഫീൽ ചെയ്യും. എനിവേയ്സ്, അതിനുശേഷം നമ്മളെ കാണിക്കുന്ന നമ്മുടെ സായി ആയിരിക്കും. സായി അവിടുത്തെ ഒരു ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയും അതിനുശേഷം അവിടെ U20 ടീമിലെ എല്ലാവരെയും ഒന്ന് ഓടിച്ചിട്ട് പെട്ടെന്നൊന്ന് കാണിക്കുകയും ചെയ്യും. അതിനുശേഷം നമ്മളെ കാണിക്കുന്ന ഇസാഗിയും പിന്നെ ബാച്ചിരയും ആയിരിക്കും. ബാച്ചിരയും ഇസാഗിക്കും ആണെങ്കിൽ അവർ
ഈ ബ്ലൂ ലോക്കിൻ്റെ കിറ്റ് ആദ്യമായിട്ടാണല്ലോ വിടുന്നത്, അതിൻ്റെ ഒരു സന്തോഷത്തിലായിരിക്കും. അപ്പുറത്ത് ചിഗിരിയാണെങ്കിൽ അവൻ ഈ ടീമിലേക്ക് ഈ U20യുടെ അഗൈൻസ്റ്റ് കളിക്കാൻ ഈ ടീമിലേക്ക് സെലക്റ്റഡ് ആയതിൻ്റെ സന്തോഷത്തിലായിരിക്കും. അതിനുശേഷം നമ്മൾ ഈഗോയാണ് കാണിക്കുന്നത്. ഈഗോ വന്നിട്ട് നമ്മളോട് പറയും ഈ സബ് മെമ്പേഴ്സായിട്ട് ഇരിക്കുന്ന എല്ലാവരും തയ്യാറായിട്ടിരുന്നോളം, കാരണം ഏതെങ്കിലും സമയത്ത് വന്ന് ഞാൻ പറയുക ഇവർ കയറണോ പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും റെഡി ആയിരുന്നോളം, അതുകൊണ്ട് അവരിപ്പോഴും അവരുടെ കോൺസെൻട്രേഷൻ കളയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും നല്ലൊരു സന്തോഷമാകും. അതിനുശേഷം നമ്മുടെ ഈഗോ U20 ടീമിൽ കളിക്കാൻ ഇറങ്ങുന്ന പ്ലേയേഴ്സിൻ്റെ എല്ലാം ഇത് കാണിക്കും. അതിനകത്ത് നമ്മുടെ റിയൂസ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ബ്ലൂ ലോക്ക് ടീമിൽ എല്ലാവർക്കും ഇച്ചിരി വിഷമമാവും, ഇവരെ ഇവിടുന്ന് അവിടെ കൊണ്ടുപോയിട്ടും കളിക്കാൻ ഇറക്കത്തില്ലോ എന്ന് പറഞ്ഞിട്ട്. അതിന് ഈഗോ പറയും അതൊന്നും ഇനി നമ്മുടെ വിഷയമല്ല, നമ്മുടെ വിഷയം നമ്മളെ ലോകം അറിയുക. ഇപ്പോൾ ബ്ലൂ ലോക്ക് എന്തുവാണെന്നോ ആരാണെന്ന് ഇവിടുത്തെ ആർക്കും അറിയത്തില്ല. ഇതാണ് നമ്മുടെ ബെസ്റ്റ് അവസരം. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഫ്ലോ യൂസ് ചെയ്യേണ്ടത്. ഇവിടാണ് നമ്മൾ നമ്മുടെ കാലിലൂടെ നമ്മുടെ പേര് ലോകത്തിൽ എഴുതി കാണിക്കുന്നത്. ഇവിടാണ് നിങ്ങൾ നിങ്ങളുടെ ഹിസ്റ്ററി എഴുതി കാണിക്കുന്നത്. നിങ്ങളുടെ എല്ലാം, നിങ്ങൾ ഇനി നിങ്ങളുടെ കരിയറിൽ എന്നോട്ടാണ് പോകുന്നത്, നിങ്ങളുടെ ഫുട്ബോൾ കരിയർ, നിങ്ങളുടെ എല്ലാം ജീവിതം ഇവിടെയാണ് നിങ്ങൾ ഇനി കുറിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് വിടും. പിന്നെ അവരെ വീണ്ടും ഓർമ്മിപ്പിക്കും ഫ്ലോയാണ് എല്ലാം. ഇത്രയും പറഞ്ഞ ശേഷം അവരെല്ലാം നല്ലോണം മോട്ടിവേറ്റ് ആവും. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് തോഷി റിൻ ആയിരിക്കും. തോഷി റിന്നാണ് ക്യാപ്റ്റനായിട്ട് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ബ്ലൂ ലോക്കിൻ്റെ. അങ്ങനെ ഓൾഡ് ജാപ്പാൻ U20 ടീമിൽ അവിടെ എല്ലാം വന്ന് നിൽപ്പുണ്ടാവും. അതിനുശേഷം നമ്മുടെ ടീമിലെ ക്യാപ്റ്റനായിട്ടുള്ള റിന്നും ഏറ്റവും ഫ്രണ്ടിൽ പോയിട്ട് സായയുടെ ഓപ്പോസിറ്റായിട്ട് അവിടെ പോയി നിൽക്കും. അവിടെ പോയി നിന്നിട്ട് നമ്മുടെ റിന്ന് സായി ഒന്ന് നോക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സായി ആണെങ്കിൽ നമ്മുടെ ഒരു പട്ടി മൈൻഡ് പോലും നമ്മൾ റിന്നിന് കൊടുക്കത്തില്ല. എല്ലാവരും ഈ മാച്ചിന് വേണ്ടി നല്ല എക്സൈറ്റഡ് ആയിരിക്കും. അവരൊക്കെ നമ്മുടെ ഗമമാരു നമ്മുടെ ഓപ്പോസിറ്റ് ടീമിലെ ഗോൾ കീപ്പറിനോട് ചോദിക്കുന്നേ, ഡാ നീ ഗോൾ കീപ്പർ അല്ലേ? അപ്പോൾ പുള്ളി ഒന്നും ഇവിടെ എന്നെ കണ്ട് മനസ്സിലായില്ലേ ചോദിക്കും. ഇതേ ഞാൻ ആദ്യമായിട്ടാണ് ഗോൾ കീപ്പറായിട്ട് ഇരിക്കുന്നത്, ഇതെങ്ങനെ ഈ സംഭവം? അപ്പോൾ ഞാൻ ചോദിക്കും ഡേ നീ എന്തൊക്കെയാ പറയുന്നേ എന്ന് പറയും. അതിനുശേഷം നമ്മുടെ ഇസാഗിയെയും ഐക്യുവിനെയും കാണിക്കും. അവർ രണ്ടുപേരും ഏകദേശം സെയിം ലൈനിലായിട്ടാണ് നിൽക്കുന്നത്, എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഐക്യു പറയും നിങ്ങളുടെ എക്സ് ടീംമേറ്റ് ഇല്ലേ റൈസു, അവനെ ഞങ്ങൾ ഈ കളിയിൽ ഇറക്കുന്നില്ല കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കാനൊന്നും വേണ്ട, ഞങ്ങളിനി ഒരു കാരണവശാലും ഗോൾ അടിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറയും. ഇസാഗിയായിട്ട് പറയും ഇതൊരു ഡു ഓർ ഡൈ മാച്ചാ, എന്തായാലും എനിക്ക് ജയിച്ചേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവനൊന്നുകൂടെ അവൻ്റെ സ്റ്റാൻഡ് ഒന്ന് ഉറപ്പിക്കും. അതിനുശേഷം സ്റ്റേഡിയത്തിലേക്കുള്ള വാതിൽ തുറക്കും ഗൈസ്. അത് തുറന്നവൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ തന്നെ ആൾക്കാരിങ്ങനെ അലയ്ക്കാൻ തുടങ്ങും, കൂവാൻ തുടങ്ങും. എല്ലാവരും ജാപ്പാനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. എല്ലാവരും അവിടെ കിടന്ന് ജാപ്പാൻ 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 എന്ന് പറയുന്നുണ്ടാവും. ഇതെല്ലാം കണ്ട് നമ്മൾ ഇസാഗി ഒന്ന് ഞെട്ടും. കാരണം ഇസാഗി ഫസ്റ്റ് ടൈം ആയിരിക്കും ഇങ്ങനത്തെ ഒരു സീനൊക്കെ കാണുന്നത്, ഇത്രയും പേരുടെ മുമ്പിൽ ഫേസ് ചെയ്യുന്നത്. ഇസാഗി ആലോചിക്കും ബ്ലൂ ലോക്ക് വരുന്നതിന് മുമ്പേ അവൻ ഒന്നുമല്ലായിരുന്നു, അവനെ ആർക്കും അറിയത്തോളില്ലായിരുന്നു. ഇന്ന് അവൻ ഇത്രയും പേരുടെ മുമ്പിൽ ഫേസ് ചെയ്യുന്നതിൻ്റെ ഒറ്റൊരു കാരണം ബ്ലൂ ലോക്ക് ആയിരിക്കും എന്ന് പറഞ്ഞ് അവിടെ കമൻട്രി ഒക്കെ തന്നെ വേറെയൊക്കെ തുടങ്ങും. അതിനുശേഷം നമ്മൾ ഇസാഗി തീരുമാനിക്കും ഇതൊന്നും ഒന്നുമല്ല, എനിക്ക് എൻ്റെ ഗ്രിപ്പ് ഹോൾഡ് ചെയ്ത് നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് ഇസാഗി ഒന്നുകൂടെ സ്റ്റാൻഡായിട്ട് നിൽക്കും. എനിക്ക് എന്തായാലും ഈ മാച്ച് ജയിച്ചേ പറ്റും എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഗോൾ എന്ന് പറഞ്ഞ് ഇവരെ എല്ലാവരെയും തോപ്പിച്ച് ഇവരുടെ ഫ്രണ്ടിൽ കയറി എനിക്ക് ഇന്നത് മാൻ ഓഫ് ദി മാച്ച് ആവണമെന്നൊക്കെ പറഞ്ഞ് ഇസാഗി നിൽക്കും. അതിനുശേഷം നമ്മുടെ റിന്ന് മനസ്സിലാവും ഇസാഗിക്ക് ചെറിയൊരു പേടിയുണ്ടെന്ന്. അപ്പോൾ ഇസാഗിയുടെ പുറത്തേക്ക് നമ്മുടെ റിന്ന് തട്ടിയിട്ട് പറയും ഇസാഗി പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പറ്റില്ല നമുക്ക് ജയിക്കണോടാന്നൊക്കെ പറഞ്ഞ് ഇസാഗി ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ബ്ലൂ ലോക്ക് ഈ സീസണിനകത്ത് ഇപ്പം എനിക്ക് തോന്നുന്നു റിന്ന് നമ്മൾ ഇസാഗി ഒന്ന് സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് മാച്ചിന് വേണ്ടിയുള്ള ബോളൊക്കെ ഇപ്പോൾ കൊണ്ടുവരും. അങ്ങനെ നമ്മൾ റിന്ന് ബോളിന് ടച്ച് ഇട്ട് ഇതാ അവരുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്ത മാച്ച് ഇവിടെ കൊണ്ട് സ്റ്റാർട്ടായിരിക്കുന്നു. അങ്ങനെ ബോൾ ആദ്യം നമ്മൾ ഇസാഗിയുടെ കയ്യിലായിരിക്കും. ഇസാഗി അങ്ങനെ ബോളും കൊണ്ട് ഫ്രണ്ടിലേക്ക് പോകുമ്പോഴായിരിക്കും സായെ കാണുന്നത്. അങ്ങനെ സായി അവൻ്റെ അടുത്ത് ബോൾ എടുക്കാൻ വരുമ്പോൾ അവൻ റിന്ന് പാസ് കൊടുക്കും. ഇസാഗിയുടെ നിന്ന് ബോൾ കിട്ടിയ റിൻ അത് നാഗിക്ക് പാസ് കൊടുക്കും. അങ്ങനെ ഇവരുടെ ഉള്ളിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാവും. ഈ കോർഡിനേഷൻ ഒരു ഡയമണ്ട് ട്രയാങ്കിൾ പോലെ ആയിരിക്കും, ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഈഗോ അവർക്ക് പറഞ്ഞു കൊടുത്ത പോലെ തന്നെ. ഈഗോ പറഞ്ഞ പ്രകാരം നോക്കുവാണെങ്കിൽ 3 പേരെ വെച്ച് ഈ 3 അറ്റാക്കേഴ്സ് കൂടെ ഫോർവേഡ് കയറി പോകുന്ന സമയത്ത് നമ്മുടെ കാരാസു ബാക്കിലേക്ക് ഇറങ്ങി വരും. കാരണം ഒരേ സമയത്ത് അവർ അറ്റാക്കിങ്ങും നല്ല പവർഫുള്ളായിട്ട് നിൽക്കാൻ വേണം, അതേപോലെ തന്നെ ഡിഫെൻഡിങ്ങും കറക്റ്റായിട്ട് നിൽക്കണം. ഈ 3 പേര് ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ മിഡ്ഫീൽഡിൽ വരുന്ന 6 പേരാണ്, പിന്നെ ഏറ്റവും ബാക്കിലുള്ള കരാസു. അപ്പം 3-6-1 റേഷ്യോയിലാണ് അവരുടെ ഈ ഒരു ടീം തന്നെ അവർ തിരിച്ചേക്കുന്നത്. ഇതിനെ നമ്മുടെ ഈഗോ വിളിക്കുന്ന പേരാണ് നൈട്രോ ഫോർമേഷൻ. പിന്നെ ഈഗോ ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയും, ഇവരെ എല്ലാവരെയും ട്രെയിൻ ചെയ്യിപ്പിച്ചേക്കുന്ന ഒരു അറ്റാക്കറായിട്ടാണ്. അതുകൊണ്ട് ഇവർക്കെല്ലാവർക്കും ഈ ഒരു ടീമിൽ ഗോൾ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മളെ കാണിക്കുന്ന എല്ലാ പ്ലേയേഴ്സും ഫുൾ എനർജിയിൽ പാഞ്ഞ് ഓടുന്നതായിരിക്കും.
അപ്പോൾ നമ്മുടെ ഇസാഗിക്ക് മനസ്സിലായി ഈ ഓപ്പോസിറ്റ് ടീമിൽ ഇരിക്കുന്ന എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്. ഈ സമയം അവൻ തക്കത്തിന് ഉപയോഗിച്ച് അവൻ ബാജിറയ്ക്ക് പാസ് കൊടുക്കും. ബാജിറ ആണെങ്കിൽ ഒരു മോൺസ്റ്ററിൻ്റെ കൂട്ട, അവൻ ആ ബോളും കൊണ്ട് ഫ്രണ്ടിലേക്ക് പോകും. അപ്പോൾ U20 ടീമിൽ ഒരാൾ അവൻ്റെ നേരെ തടയാൻ വരും. പക്ഷെ തടയാൻ വരുമ്പോഴോ അവൻ്റെ മോൺസ്റ്ററിൻ്റെ കൂട്ടുള്ള ആ സ്പീഡും ആ ട്രിബിളിങ്ങും, അവൻ ആ ട്രിബിളിങ് ചെയ്തുകൊണ്ട് അവനൊന്ന് കറങ്ങും. ആ കറക്കം കണ്ടിട്ട് നമ്മുടെ U20 ആ പ്ലെയറിന് പോലും മനസ്സിലായില്ല, ഇല്ലെങ്കിൽ ആ കാണുന്ന ഓഡിയൻസ് പോലും മനസ്സിലായില്ല ഇവൻ എന്താ ഇപ്പം ചെയ്തതെന്ന് തന്നെ എന്ന് പറഞ്ഞ് അവൻ ബോളും കൊണ്ട് ഫ്രണ്ടിലേക്ക് പോകും. അതിനുശേഷം നമ്മുടെ ബാജിറയ്ക്ക് മനസ്സിലായി അവൻ ഇനി പാസ് ചെയ്യാനുള്ള സമയമായെന്ന്. അവൻ റിന്നെ നോക്കുമ്പോൾ റിൻ്റെ അടുത്ത ആളുണ്ടാവും, അവൻ നാഗിയെ നോക്കുമ്പോൾ നാഗി അടുത്ത ആളുണ്ടാവും. അതിനുശേഷം അവൻ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലെയറിനെ തപ്പിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പോഴായിരിക്കും അവൻ ഇസാഗിയെ കാണുന്നത്. പിന്നെ റൂളോക്ക് സീസൺ 1 കണ്ട എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ബാജിറയുടെയും ഇസാഗിയുടെയും തമ്മിലുള്ള കെമിസ്ട്രി. അപ്പം തന്നെ നമ്മുടെ ബാജിറയ്ക്ക് മനസ്സിലാവും ഇസാഗിക്ക് പാസ് കൊടുക്കണ്ടേ. അവന് നൈസ് പാസ് നമ്മൾ ഇസാഗിക്ക് കൊടുക്കും. ഇസാഗി ആ ബോൾ വരുന്ന കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഇസാഗിക്ക് മനസ്സിലായി ഇതെൻ്റെ ഗോൾ തന്നെ എന്ന് പറഞ്ഞ് തീരുമാനിച്ച് നിൽക്കുമ്പോഴായിരിക്കും അവന് പെട്ടെന്നൊരു ഫീൽ ഉണ്ടാകുന്നത്. അവനെ ഒരു കോബ്ര അല്ല, ഒരു കിങ് കോബ്ര അവനെ കെട്ടി മുറുക്കിയ പോലെ. അല്ല, അവനെ കണ്ടപ്പോൾ മനസ്സിലായി തെറ്റിപ്പോയി, അതൊരു കിങ് ആയിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ഒലിവർ ഐക്യു വന്ന് ആ ഹെഡ് ഷോട്ട് അടിച്ച് ആ ബോളിനെ അവിടുന്ന് ക്ലിയർ ആക്കും. ഇത് കണ്ട് നമ്മുടെ ഇസാഗിക്ക് പോലും ഒന്നും മനസ്സിലാവുന്നില്ല, കാരണം ഇത്ര നേരം അവൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ, പിന്നെ ഇപ്പോൾ അവൻ ഇവിടെ വന്നു. ഈ ഒരു മൂവ് കണ്ടിട്ട് നമ്മളെ ജാപ്പാനിലെ എല്ലാ ഫാൻസും അല്ലറാൻ തുടങ്ങും നമ്മുടെ ഐക്യുവിനെ കണ്ട്. അങ്ങനെ സാധാരണ ഒരാളെ ഒന്നുമല്ല ജാപ്പാൻ U20 അത് ക്യാപ്റ്റനായിട്ട് വെച്ചേക്കുന്നത്, ഒരു കിങ്ങിനെ തന്നെ അവർ കൊണ്ട് വെച്ചേക്കുന്നത്. ഇവൻ എപ്പോൾ ഞങ്ങളുടെ മൊമെൻറ്റ്സ് വായിച്ചു, ഇവൻ എപ്പോൾ ഞങ്ങളുടെ കോർഡിനേഷൻ വായിച്ചു, ഇവൻ എപ്പോൾ മനസ്സിലായി ഞങ്ങൾ ഇവിടെ വന്ന് ഗോൾ അടിക്കാൻ പോകാമെന്നു, ഇവൻ എപ്പോൾ ഇവന് ഈ പ്ലാൻസ് അല്ല ഇവന് മനസ്സിലായി എന്ന് പറഞ്ഞ് നമ്മുടെ ഇസാക്കി അവിടെ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങും. ഐക്യുവിൻ്റെ ബ്രെയിൻ, ഐക്യുവിൻ്റെ ഫിസിക്സ്, ഐക്യുവിൻ്റെ മൈൻഡ് ഇതെല്ലാം കണ്ട് നമ്മുടെ ഇസാക്കി ഞെട്ടിത്തരിച്ചിരിക്കുമ്പോഴായിരിക്കും അപ്പോഴേക്കും നമ്മുടെ ഐക്യു പറയുന്നത് 11 നിനക്കറിയത്തില്ലേ, അറ്റാക്കേഴ്സ് കള്ളന്മാരാ, ഡിഫൻഡേഴ്സ് പോലീസുകാരും. എപ്പം ഞാൻ പെട്രോളിങ്ങിന് ഇറങ്ങുമോ അപ്പം ബോൾ എടുക്കുന്നതിന് നീ ആലോചിക്കുക പോലും ചെയ്യല്ലേ, കാരണം നിന്നെ ഞാൻ ജീവനോടെ ഞാൻ വിഴുങ്ങിക്കളയും എന്ന് നമ്മുടെ ഐക്യു പറയും. പക്ഷേ ഇത് കേട്ട് നമ്മുടെ ഇസാക്കി പേടിക്കേണ്ടതിന് പകരം ഇസാക്കി ഒന്നും കൂടെ കത്താൻ തുടങ്ങും. കുറച്ചുകൂടെ ആഴത്തി, കുറച്ചുകൂടെ ശക്തിയിലാവും, ഒന്നുകൂടെ പൊള്ളി കത്താൻ തുടങ്ങും. ഇസാക്കി പറയാൻ തുടങ്ങും, അവസാനം എനിക്ക് കിട്ടി, എനിക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരുത്തനെ എനിക്ക് എൻ്റെ കയ്യിൽ തന്നെ കിട്ടി. ഇവനെ മറിച്ച് ഇവനെ ക്രഷ് ചെയ്ത് ഞാൻ ഇവൻ്റെ ഉള്ളിൽ എൻ്റെ ഫ്ലോ കണ്ടെത്തും എന്ന് പറഞ്ഞ് നമ്മുടെ ഇസാക്കി കുറച്ചുകൂടെ ഒന്ന് ഹൈപ്ഡപ്പ് ആവും. എന്നിട്ട് ഇസാക്കി ഒരു കാര്യം കൂടെ പറയും, അപ്പോൾ ശരി പോലീസ് മാൻ, ഇനി നീ എന്നെ ഒന്ന് പിടിച്ച് കാണിക്കേ. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കൊണ്ട് തന്നെ വൈൻഡപ്പ് ആണ് ഗൈസ്. പറയാതിരിക്കാൻ വയ്യ മച്ചാമാരെ, ഇന്നത്തെ എപ്പിസോഡ് അത് പൊളിയായിരുന്നു. ലൂലോക്ക് ഇവിടം വരെയുള്ള എപ്പിസോഡൊക്കെ വിട്ടേക്ക് പോട്ടെ, പക്ഷേ ഇത് പൊളി എപ്പിസോഡായിരുന്നു, വേറെ ഒന്നും പറയാനില്ല. അടുത്ത എപ്പിസോഡ് 7ാമത്തെ എപ്പിസോഡ് ഞാൻ ഇപ്പം തന്നെ എഡിറ്റിങ് തുടങ്ങുക. മിക്കവാറും മൺഡേ ഒരു ട്യൂസ്ഡേ ഞാൻ ഇട്ടിരിക്കും വീഡിയോ. പിന്നെ ഇത്രയും കാലം മടി പിടിച്ച് വീഡിയോ ഇടാതെ ക്ഷമിക്കണം, മടി കാണണമെന്നല്ല, സ്കൂളിലെ ഓരോ തിരക്കും ട്യൂഷനും അതും ഇതൊക്കെ കാരണം മൊത്തത്തിൽ ടയർഡായിട്ട് ക്ഷീണിച്ചൊക്കെയാണ് വൈകിട്ട് വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഇനി ഞാൻ മാക്സിമം വീഡിയോ ഇടാനൊക്കെ നോക്കാം. സോ hope you all like my video and enjoy. Make sure you all subscribe my video and bell icon all, and എൻ്റെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. So see you next video. Bye bye.